എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഹമാസും ഖത്തറും അവർ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച്. എന്നാൽ അതിപ്പോൾ യാഥാർത്ഥ്യമായി വരികയാണ്. ഇപ്പോൾ ഇസ്രായേൽ ഭീഷണി മുഴക്കുന്നു ഖത്തറിനെ ആക്രമിക്കുമെന്ന്. ഈ ഖത്തർ എന്നൊരു കുഞ്ഞു രാജ്യമാണ്, ഒരുവിധം സമാധാനമായി ജീവിക്കുന്ന ഒരു രാജ്യവും. ഒരിക്കലും ഖത്തർ ഭരണാധികാരികൾ ചെയ്തുകൂടാത്ത പല കാര്യങ്ങളാണ് ചെയ്തത്. അത് സഹായത്തിൻ്റെ പേരിലായിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ അവിടെ ഇരുന്നു കൊണ്ട് ഹമാസിൻ്റെ നേതാക്കന്മാർ ഖത്തറിൽ സുഖലോലുപരായി സുഖിച്ച് ജീവിച്ചിരുന്നു കൊണ്ട് അവർ ഹമാസ് തീവ്രവാദികളെ പാലസ്തീൻ ജനതയുടെ ഉള്ളിൽ നുഴഞ്ഞു കയറ്റി അവരെ സഹായിക്കാമെന്നുള്ള മോഹന വാഗ്ദാനം ചെയ്ത് അവരെ ഓരോ ദിവസവും ഇസ്രായേൽ ഭടന്മാരുടെ തോക്കിന് ഇരയാക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ ഈ ഹമാസ് തീവ്രവാദികൾ സൃഷ്ടിച്ചിരിക്കുന്നത്. പാവം പാലസ്തീനികൾ, ഭക്ഷണമില്ല, കിടപ്പാടമില്ല, അവർക്ക് സമാധാനമില്ല, വസ്ത്രങ്ങളില്ല. ഇവരെ ബന്ദികളാക്കി വേണ്ട കോപ്രായത്തരങ്ങൾ കാട്ടി ഇവർ ബങ്കറിൽ കയറിയിരിക്കുക. പാവം ക്രൂശിക്കപ്പെടുന്നതും കൊല ചെയ്യപ്പെടുന്നതും പാലസ്തീനികൾ. വലിയ കുഴപ്പമില്ലാതെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ പോരാടി. ബട്ട് അവരുടെ പോരാട്ടം വളരെ സമാധാനപരമായിരുന്നു. എന്നാൽ അവിടേക്ക് ഹമാസ് എന്ന ആ സേന, ആ വൃത്തികെട്ട തീവ്രവാദി സംഘടന സേനകൾ പാലസ്തീനെ സഹായിക്കാമെന്നുള്ള ധാരണയിൽ അവിടേക്ക് കടന്നു കയറി ഈ പ്രശ്നങ്ങളെല്ലാം ഇതാക്കി ഇസ്രായേലിൽ കടന്നു കയറി അവിടെ പലരെയും വധിച്ചു, കുറേ ബന്ദികളെ പിടിച്ചുപോയി. എന്നിട്ട് ആഹ്ലാദ പ്രകടനം നടത്തി ഇങ്ങനെ കഴിയുകയാണ്. ഇപ്പോഴും അവരെന്തോ ജയിച്ചു, എന്തോ നേടി എന്ന് കരുതി. പാവം, ഇത് ഒട്ടും നല്ലൊരു പ്രവൃത്തിയല്ല ഹമാസിൻ്റെ നേതാക്കളും കാണിച്ചത്. എന്നാൽ ഇവർക്ക് നല്ലൊരു ബേസ്, അവർക്ക് സുരക്ഷിതമായി കഴിയാനുള്ള ഒരു സ്ഥലം ഒരുക്കി കൊടുത്തത് ഖത്തർ ഭരണകൂടമാണ്. ഖത്തർ ഭരണകൂടം അത് കാണിച്ച് അങ്ങനെയുള്ളൊരു സംവിധാനം ഉണ്ടാക്കുമ്പോൾ അവരൊന്ന് ഓർക്കേണ്ടതായിരുന്നു, ഖത്തറിൻ്റെ സഹായത്തിൽ വളർന്നു വന്ന ഈ ഭീകര സംഘടന മറ്റൊരു രാജ്യത്തിൻ്റെ ഹാർമോണിയം, അവിടുത്തെ ജനങ്ങളെയും തകർക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഖത്തർ മനസ്സിലാക്കേണ്ടിയിരുന്നു. എന്നാൽ പരസ്യമായില്ലെങ്കിലും രഹസ്യമായി ഖത്തറിൻ്റെ നല്ലൊരു സപ്പോർട്ട് ഈ ഹമാസിനുണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ അവർ ഇതുവരെയും അവിടെ താമസിക്കുന്നതും അവിടെ നിന്ന് വേണ്ട നിർദ്ദേശങ്ങൾ അണികൾക്ക് കൊടുക്കുന്നതും. എന്തുകൊണ്ട് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചു? വളരെ നിസ്സാരം. കാരണം ഖത്തർ ഇരുന്നു കൊണ്ട് തൻ്റെ രാജ്യങ്ങൾക്ക്, തൻ്റെ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനുള്ള പ്രചോദനവും അതിൻ്റെ സംവിധാനവും അതിൻ്റെ ബാക്കപ്പും കൊടുത്തത് 100% ഖത്തർ തന്നെ എന്ന് എല്ലാ ലോകരാജ്യങ്ങൾക്കും അറിയാം. ഇപ്പോൾ ഒന്ന് പറയാനുള്ളത്, അറബ് രാജ്യങ്ങളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, കഴിവതും നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ തീവ്രവാദികളെ നിങ്ങളുടെ രാജ്യത്തിൽ കയറ്റാതിരിക്കുക, അവരവിടെ നിന്ന് വായിക്കുക, അവരെ അവിടെ നിന്ന് മാറ്റുക, സമയബന്ധിതമായി അവരെ മാറ്റുക. ഇതില്ലെങ്കിൽ ഈ ഖത്തർ ലബനാൻ്റെയും സിറിയയുടെയും യമൻ്റെയും പാകിസ്ഥാൻ്റെയും അതേ നിലയിൽ എത്തപ്പെടും. തീവ്രവാദികളെ സഹായിച്ചാൽ അവസാനം തീവ്രവാദികൾ ആ രാജ്യത്തെ തന്നെ പിടിമുറുക്കും. അങ്ങനെയാണല്ലോ സിറിയയിലും ലബനാനിലും യമനിലൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു
ലെവലിൽ പോകാതിരിക്കുക. എല്ലാ അറബ് രാഷ്ട്രങ്ങളോടും പറയുന്നു, തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു ഭരണകർത്താക്കളും ശ്രമിക്കരുത്. അതുപോലെ തന്നെ ഖത്തറിനോടും പറയുന്നു, നിങ്ങൾ കൊടുക്കുന്ന സഹായം തിരിച്ച് നിങ്ങളെ അവർ വേട്ടയാടുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെടും. അത് എത്തപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. സമാധാനത്തിന് വേണ്ടി തീവ്രവാദികളുടെ ഖത്തർ മണ്ണിൽ നിന്നും ആട്ടിപ്പായിക്കുക. ഖത്തർ സുരക്ഷിതമാണ്, സന്തോഷമാണ്, ചെറിയൊരു ജനതയാണ്, നല്ല വരുമാന മാർഗമുണ്ട്. അവയെല്ലാം നല്ല രീതിയിൽ സമാധാനമായി ഉപയോഗിക്കാനും അവിടെ സ്വൈരജീവിതം നയിക്കാനും തീവ്രവാദികളെ അവിടെ അവർക്ക് വേണ്ട സൗകര്യം ചെയ്യാതിരിക്കുക. എത്രയും വേഗം അവരവിടെ നിഷ്കാസനം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. അത് ഭരണാധികാരികൾ അവരുടെ രാജ്യത്തിനും അവരുടെ പ്രജകളോടും ചെയ്യുന്ന വലിയൊരു കാര്യമായിരിക്കും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.